വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, കർത്താവ് തന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെയാണ് അയച്ചത്. ഇപ്പോൾ കർത്താവിന്റെ വചനമുഴക്കത്തിന് നീ ചെവി കൊടുക്കുക. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അമലേക്ക് ഇസ്രായേലിനോട് ചെയ്തത്, ഈജിപ്തിൽ നിന്ന് അവൻ കയറിപ്പോരുമ്പോൾ അവൻ അവരുടെ വഴിക്ക് തടസ്സം നിന്നത് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു. ആകയാൽ നീ പോയി അമലേക്കിനെ ആക്രമിക്കുക. അവരുടെ മേൽ കനിവ് കാട്ടാതെ അവരുമായി ബന്ധപ്പെട്ടതെല്ലാം നിങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുവിൻ. സ്ത്രീയും പുരുഷനുമെന്നോ ബാലനും ശിശുവുമെന്നോ ആടുമാടുകളെന്നോ ഒട്ടകവും കഴുതിയുമെന്നോ ഭേദം കൂടാതെ നീ നിഗ്രഹിക്കണം. സാവൂൾ ജനത്തെ വിളിച്ചു വരുത്തി തെലായീമിൽ വച്ച് അവരെ തിട്ടപ്പെടുത്തി. 2,00,000 കാലാൽപ്പടയും 10,000 യൂദാ പൗരഗണവും. അനന്തരം സാവൂൾ അമലേക്കിന്റെ നഗരം വരെ ചെന്ന് താഴ്വരയിൽ വച്ച് വാഗ്വാദത്തിലേർപ്പെട്ടു. കയീൻകാരോട് സാവൂൾ പറഞ്ഞു, ഞാൻ നിന്നെ അമലേക്കുകാരോടൊപ്പം വാരിക്കൂട്ടാതിരിക്കേണ്ടതിന് പിന്തിരിഞ്ഞ് അവന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ. ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് കയറിപ്പോന്നപ്പോൾ നീ അവരെല്ലാവരോടും കാരുണ്യം കാണിച്ചതാണല്ലോ. അപ്പോൾ കയീൻകാർ അമലേക്കിന്റെ ഇടയിൽ നിന്ന് പിന്തിരിഞ്ഞു. ഹവില മുതൽ ഈജിപ്തിനു മുമ്പിലായുള്ള ഷൂർ ദിശയിലെ അമലേക്കുകാരെ സാവൂൾ സംഹരിച്ചു. അമലേക്ക് രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടികൂടി. ജനത്തെ അപ്പാടെ വാൾത്തലയാൽ ഉന്മൂലനാചാര വിധേയമാക്കി. എന്നാൽ അഗാഗിന്റെയും ആടുമാടുകളിൽ മികച്ചതിന്റെയും 2-ാം തരത്തിന്റെയും കുഞ്ഞാടുകളുടെയും ഉത്തമമായതൊക്കെയുടെയും മേലും അലിവ് കാണിച്ച് അവ ഉന്മൂലനാചാര വിധേയമാക്കാൻ സാവൂളും ജനവും മനസ്സായില്ല. അവർ ഉന്മൂലനാചാര വിധേയമാക്കിയത് നിന്ദ്യവും നിസ്സാരവുമായ സകല കന്നുകാലികളെയുമാണ്. സാമുവേലിന് ഇപ്രകാരം കർത്താവിന്റെ വചനമുണ്ടായി: രാജാവായി സാവൂളിനെ ഭരമേൽപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. എന്തെന്നാൽ എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങൾ അവൻ നിറവേറ്റിയില്ല. എന്റെ വചനങ്ങൾ അവൻ നിറവേറ്റിയില്ല. സാമുവേൽ കോപാകുലനായി. രാത്രി മുഴുവൻ അവൻ കർത്താവിന്റെ പക്കൽ നിലവിളിച്ചു. സാവൂളിനെ രാവിലെ കണ്ടുമുട്ടുവാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമലിലേക്ക് ചെന്ന് തനിക്കായി ഒരു സ്മാരകം നാട്ടിയിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാമുവേലിന് വാർത്ത കിട്ടി. സാമുവേൽ സാവൂളിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സാവൂൾ അവനോട് പറഞ്ഞു, കർത്താവിന് അങ്ങ് അനുഗ്രഹീതനായിരിക്കട്ടെ. ഞാൻ കർത്താവിന്റെ വചനം നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, എന്നിട്ട് എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടിന്റെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കന്നുകാലിയുടെ അമറലും എന്താണ്? സാവൂൾ പറഞ്ഞു, ജനം അലിവ് കാണിച്ച ആടുമാടുകളിൽ മികച്ചവയെ അമലേക്കുകാരിൽ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയാണ്. അവശേഷിച്ചത് ഞങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു. നിർത്തൂ. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, കർത്താവ് ഈ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം. സംസാരിക്കുക. സാവൂൾ അവനോട് പറഞ്ഞു. സാമുവേൽ ചോദിച്ചു, നീ സ്വന്തം ദൃഷ്ടികളിൽ ചെറുതെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവനല്ലേ? ഇസ്രായേലിന്റെ മേൽ രാജാവായി കർത്താവ് നിന്നെ അഭിഷേചിച്ചു. പിന്നീട് കർത്താവ് നിന്നെ ഒരു ദൗത്യവുമായി അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി പാപികളായ അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുക. അവരെ ഇല്ലാതാക്കുന്നതുവരെ അവരുമായി നീ പോരാടുക. പിന്നെ എന്തുകൊണ്ടാണ് നീ കർത്താവിന്റെ സ്വരം അനുസരിക്കാതിരുന്നതും കവർച്ച വസ്തുവിന്റെ നേർക്ക് ചാടി വീണ് കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചതും? സാവൂൾ സാമുവേലിനോട് പറഞ്ഞു, കർത്താവ് എന്നെ അയച്ച ദൗത്യവുമായി ഞാൻ പോയത് കർത്താവിന്റെ സ്വരം അനുസരിച്ചാണ്.
ഞാൻ അമലേക്കു രാജാവായ അഗാഗിനെ പിടിച്ചു കൊണ്ടുവരികയും അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ കൊള്ളവസ്തുവിൽ നിന്ന് ഒഴിഞ്ഞു വച്ചതിൻ്റെ മുഖ്യ അംശമായി നിന്റെ ദൈവമായ കർത്താവിനെ ഗിൽഗാലിൽ വെച്ച് ബലിയർപ്പിക്കുവാൻ ആടുമാടുകളെ ജനമെടുത്തു. സാമുവൽ പറഞ്ഞു, കർത്തൃസ്വരം അനുസരിക്കുന്നതിന് സമാനമായ സംതൃപ്തി ഹോമയാഗങ്ങളിലും ബലികളിലും കർത്താവിനുണ്ടോ? ഇതാ, അനുസരിക്കുന്നതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അവിടുന്നിൽ മനസ്സർപ്പിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും. എന്നാൽ മാത്സര്യം മന്ത്രവാദം തന്നെയായ പാപമാണ്, ദുശാഠ്യം അകൃത്യമാണ്, കുലവിഗ്രഹങ്ങളുമാണ്. കർത്തൃവചനം നീ തിരസ്കരിച്ചതിനാൽ രാജപദവിയിൽ നിന്ന് നിന്നെ അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ സാമുവലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എന്തെന്നാൽ കർത്താവിൻ്റെ നിർദ്ദേശവും നിന്റെ വാക്കുകളും ഞാൻ ലംഘിച്ചു. ജനത്തെ ഭയന്ന് അവരുടെ സ്വരമാണ് ഞാൻ അനുസരിച്ചത്. ആകയാൽ എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഞാൻ കർത്താവിന് ആരാധനയർപ്പിക്കേണ്ടതിന് നീ എന്നോടൊപ്പം തിരിക്കുക. സാമുവൽ സാവൂളിനോട് പറഞ്ഞു, ഞാൻ നിന്നോടൊത്ത് തിരിക്കുകയില്ല. എന്തെന്നാൽ നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചു. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെ കർത്താവും തിരസ്കരിച്ചിരിക്കുകയാണ്. സാമുവൽ പോകാനായി തിരിഞ്ഞപ്പോൾ അവൻ്റെ അങ്കിയുടെ വിളുമ്പിൽ അവൻ പിടിമുറുക്കി അത് കീറിപ്പോയി. സാമുവൽ അവനോട് പറഞ്ഞു, ഇന്ന് കർത്താവ് നിന്റെ മേൽ നിന്ന് ഇസ്രായേൽ രാജ്യം കീറിയെടുത്ത് അത് നിന്നേക്കാൾ ഉത്തമനായ നിന്റെ അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വം വഞ്ചിക്കുകയില്ല, അനുദപിക്കുകയില്ല. അനുദപിക്കുവാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എങ്കിലും ഇപ്പോൾ ജനശ്രേഷ്ഠന്മാരുടെ മുമ്പിലും ഇസ്രായേൽക്കാരുടെ മുമ്പിലും എന്നെ ബഹുമാനിച്ചാലും നിന്റെ ദൈവമായ കർത്താവിന് ഞാൻ ആരാധന അർപ്പിക്കേണ്ടതിന് എന്നോടൊത്ത് തിരിക്കണമേ. സാമുവൽ സാവൂളിന്റെ പിമ്പെ തിരിച്ചു. സാവൂൾ കർത്താവിന് ആരാധനയർപ്പിച്ചു. അനന്തരം സാമുവൽ പറഞ്ഞു, അമലേക്ക് രാജാവായ അഗാഗിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. അഗാഗ് ചങ്ങലകളിൽ അവൻ്റെ അടുക്കൽ വന്നു. ദാരുണമരണം തീർച്ചയായും മാറിപ്പോയിരിക്കുന്നെന്ന് അഗാഗ് കരുതിയിരിക്കുകയായിരുന്നു. സാമുവൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതകളാക്കിയതുപോലെ സ്ത്രീകളിൽപ്പെട്ട നിന്റെ അമ്മയും സന്താനരഹിതയാകട്ടെ. അനന്തരം സാമുവൽ ഗിൽഗാലിൽ കർത്തൃസന്നദ്ധിയിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് സാമുവൽ റമായിലേക്ക് പോയി. സാവൂളാകട്ടെ സാവൂളിന്റെ ഗിബയായിലെ തൻ്റെ വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. സാമുവൽ തൻ്റെ മരണം വരെ പിന്നീട് ഒരിക്കലും സാവൂളിനെ കണ്ടിട്ടില്ല. എന്നാൽ സാവൂളിനെ പ്രതി സാമുവൽ വിലപിച്ചു. സാവൂളിനെ ഇസ്രായേലിനുമേൽ രാജാവാക്കിയതിനാൽ കർത്താവ് ഖേദിച്ചു. സാമുവലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം. കർത്താവ് സാമുവലിനോട് ചോദിച്ചു, ഇസ്രായേലിനുമേൽ രാജാവായിരിക്കുന്നതിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കെ അവനെ പ്രതി നീ എത്ര നാൾ വിലപിക്കും? നിന്റെ കൊമ്പുപാത്രം തൈലം നിറച്ച് നീ യാത്രയാവുക. ഞാൻ നിന്നെ ബത്ലേഹംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. കാരണം അവൻ്റെ പുത്രന്മാർക്കിടയിൽ എനിക്കായി ഒരു രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സാമുവൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേൾക്കുന്നതേ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ നീ കൂടെ കരുതണം. കർത്താവിന് ബലിയർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയണം. ബലിയർപ്പണത്തിന് ജസ്സയെ ക്ഷണിക്കുകയും വേണം. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ നിന്നോട് പറയുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. കർത്താവ് സംസാരിച്ചതെന്തോ അത് സാമുവൽ പ്രവർത്തിച്ചു. അവൻ ബത്ലേഹമിലെത്തിയപ്പോൾ നഗരശ്രേഷ്ഠന്മാർ അവനെ എതിരേൽക്കാൻ ഭയചകിതരായി ചെന്ന് ചോദിച്ചു, നിന്റെ വരവ് ശുഭസൂചകമായിരിക്കുമല്ലോ. അവൻ പറഞ്ഞു, ശുഭം, ഞാൻ കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ. അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും വിശുദ്ധീകരിക്കുകയും ബലിയർപ്പണത്തിന് അവരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ മുമ്പിലുള്ളവൻ തന്നെയാണ് അവിടുത്തെ അഭിഷിക്തൻ എന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് സാമുവലിനോട് അരുളി ചെയ്തു, അവൻ്റെ ആകാരത്തിലേക്കോ തലയെടുപ്പിലേക്കോ നോക്കേണ്ട. എന്തെന്നാൽ
അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. തീർച്ചയായും മനുഷ്യൻ കാണുന്നതല്ല വസ്തുത, എന്തെന്നാൽ മനുഷ്യൻ ഇരു കണ്ണുകൾക്കനുസൃതം കാണുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിനനുസൃതം കാണുന്നു. തുടർന്ന് ജെസ്സെ അബിനാദാബിനെ വിളിച്ച് സാമുവേലിന്റെ മുമ്പിലൂടെ വിട്ടു. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ പിന്നെ വിട്ടത് ശമ്മായെയാണ്. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തന്റെ 7 പുത്രന്മാരെയും സാമുവേലിന്റെ മുമ്പിലൂടെ കടത്തിവിട്ടു. സാമുവേൽ ജെസ്സയോട് പറഞ്ഞു, ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല, യുവാക്കന്മാർ കഴിഞ്ഞു. സാമുവേൽ ജെസ്സയോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇളയവൻ കൂടി അവശേഷിക്കുന്നുണ്ട്, ഇതാ അവൻ ആട്ടിൻപറ്റത്തെ മേയ്ക്കുകയാണ്. സാമുവേൽ ജെസ്സയോട് പറഞ്ഞു, അവനെ കൊണ്ടുവരാൻ ആളയക്കുക, എന്തെന്നാൽ അവൻ ഇവിടെ വരുന്നതുവരെ നമ്മൾക്ക് ഇരിപ്പുറക്കുകയില്ല. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. അവൻ ചെമന്നു തുടുത്ത കോമള നയനനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു. കർത്താവ് അരുളി ചെയ്തു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ അവൻ. സാമുവേൽ തൈലക്കൊമ്പ് പാത്രമെടുത്ത് അവനെ സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് അഭിഷേചിച്ചു. അന്നു മുതൽ അങ്ങോട്ട് കർത്താവിന്റെ അരൂപി ദാവീദിലേക്ക് ആവേശിച്ചു. സാമുവേൽ എഴുന്നേറ്റ് റാമായിലേക്ക് പോയി. കർത്താവിന്റെ ചൈതന്യം സാവൂളിൽ നിന്ന് വിട്ടകന്നു. കർത്താവിൽ നിന്നുള്ള ഒരു അഹിതാരൂപി അവനെ ഭയപ്പെടുത്തി. സാവൂളിന്റെ ദാസന്മാർ അവനോട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ ഒരു അഹിതാരൂപി നിന്നെ ഭയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ യജമാനൻ പറഞ്ഞാലും നിന്റെ മുമ്പിലെ ദാസന്മാർ കിന്നരം മീട്ടലിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കട്ടെ. ദൈവത്തിന്റെ അഹിതാരൂപി നിന്റെ മേലുണ്ടാകുമ്പോൾ അവൻ തന്റെ കൈകൊണ്ട് തന്ത്രി മീട്ടട്ടെ, അപ്പോൾ നിനക്ക് സുഖമാകും. തന്ത്രി മീട്ടാൻ വിദഗ്ധനായ ഒരുവനെ എനിക്കായി കണ്ടുപിടിച്ച് എൻ്റെ പക്കൽ കൊണ്ടുവരുവിനെന്ന് സാവൂൾ തന്റെ ദാസന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ ഭൃത്യന്മാരിൽ ഒരുവൻ മറുപടിയായി പറഞ്ഞു, ബെത്ലഹേംകാരനായ ജെസ്സയുടെ ഒരു മകനെ ഇതാ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ തന്ത്രി വിദഗ്ധനാണ്, വീരകേസരിയും പോരാളിയുമാണ്. അവൻ വാക്ചാതുര്യമുള്ളവനും ആകാരമൊത്തവനുമാണ്. അവന്റെ കൂടെ കർത്താവുണ്ട്. സാവൂൾ ജെസ്സയുടെ അടുത്തേക്ക് ദൂതന്മാരെ വിട്ട്, ആടുകളുടെ ഇടയിലുള്ള നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കിലേക്ക് അയക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജെസ്സെ ഒരു ഓമർ അപ്പം, ഒരു തോൽക്കുടം വീഞ്ഞ്, ഒരാട്ടിൻകുട്ടി എന്നിവ ഒരുക്കി തന്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിന്റെ പക്കലെത്തി അവന്റെ മുമ്പിൽ സന്നിഹിതനായി. അദ്ദേഹത്തിന് അവനെ ഏറെ ഇഷ്ടപ്പെട്ടു. അവൻ അദ്ദേഹത്തിന് ഉപകരണവാഹകനായി തീർന്നു. ദാവീദ് എൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നതിനാൽ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കട്ടെ എന്ന് പറയാൻ സാവൂൾ ജെസ്സയുടെ അടുക്കൽ ആളയച്ചു. ദൈവത്തിന്റെ ആ അരൂപി സാവൂളിന്റെ പക്കൽ ഉണ്ടാകുമ്പോഴൊക്കെ ദാവീദ് കിന്നരമെടുത്ത് സ്വന്തം കൈകൊണ്ട് തന്ത്രി മീട്ടിയിരുന്നു. സാവൂളിന് അത് സ്വസ്ഥതയേകിയിരുന്നു, അവന് സുഖമാകുകയും ചെയ്തിരുന്നു. അങ്ങനെ അഹിതാരൂപി അവന്റെ മേൽ നിന്ന് വിട്ടുപോയിരുന്നു. സുഭാഷിതങ്ങൾ 30-ാം അധ്യായം. മാസാക്കാര യാഖയുടെ മകനായ ആഖൂറിന്റെ വചനങ്ങൾ. ഇദിയേലിനോടും യുക്കാളിനോടും വീരപുരുഷന്റെ അരുളപ്പാട്. തീർച്ചയായും മനുഷ്യവംശത്തിലെ ഒരു മൂഢനാണ് ഞാൻ. ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. എങ്കിലും പരിശുദ്ധരെ കുറിച്ചുള്ള വിജ്ഞാനം ഞാൻ മനസ്സിലാക്കട്ടെ. ആകാശങ്ങളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ തന്റെ മുഷ്ടികളിൽ ശേഖരിക്കുന്നത് ആര്? വെള്ളം വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ ദിഗന്ധങ്ങളെല്ലാം ഉറപ്പിച്ചത് ആര്? അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? തീർച്ചയായും നിനക്കറിയാം. ദൈവത്തിന്റെ ഓരോ വാക്കും സ്ഫുടം ചെയ്തതാണ്. തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് പരിചയാണ്. അവിടുത്തെ വചനങ്ങളോട് നീ കൂട്ടിച്ചേർക്കരുത്. അവിടുന്ന് നിന്നെ ശകാരിക്കാനും അങ്ങനെ നീ അസത്യവാനെന്ന് തെളിയാനും ഇടയാകാതിരിക്കട്ടെ. 2 കാര്യങ്ങൾ ഞാൻ അങ്ങിൽ നിന്ന് അപേക്ഷിക്കുന്നു. ഞാൻ മരിക്കും മുമ്പ് അങ്ങ് അവ എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. വ്യർത്ഥതയും പൊളിവചനവും എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. എൻ്റെ അവശ്യഭോജനം എനിക്ക് ആഹാരമായി തരണമേ.
ഞാൻ സംതൃപ്തനായി ആരാണ് കർത്താവ് എന്ന് ചോദിച്ച് വഞ്ചിക്കാനിടയാകാതിരിക്കട്ടെ. ഞാൻ ദരിദ്രനായി മോഷ്ടിക്കാനും അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഇകഴ്ത്താനും ഇടയാകാതിരിക്കട്ടെ. യജമാനന്റെ പക്കൽ ദാസനെ അപകീർത്തിപ്പെടുത്തരുത്. അവൻ നിന്നെ ശപിക്കാനും കുറ്റക്കാരനാക്കാനും ഇടയാകാതിരിക്കട്ടെ. സ്വപിതാവിനെ ശപിക്കുകയും സ്വമാതാവിനെ വാഴ്ത്താതിരിക്കുകയും ചെയ്യുന്ന തലമുറയുണ്ട്. സ്വന്തം ദൃഷ്ടികളിൽ ശുദ്ധിയുള്ളതും എന്നാൽ സ്വന്തം വിസർജ്യത്തിൽ നിന്ന് കഴുകപ്പെടാത്തതുമായ തലമുറയുണ്ട്. സ്വന്തം കണ്ണുകൾ എത്രയോ ഉയർന്നതും സ്വന്തം പുരികങ്ങൾ മേലോട്ടാക്കിയതുമായ തലമുറയുണ്ട്. പീഡിതരെ നാട്ടിൽ നിന്നും പാവപ്പെട്ടവനെ മനുഷ്യകുലത്തിൽ നിന്നും തിന്നൊടുക്കുന്നതിന് സ്വന്തം ദംഷ്ട്രങ്ങൾ വാളുകളും ദന്തങ്ങൾ കത്തികളുമായുള്ള തലമുറയുണ്ട്. കന്നട്ടയ്ക്ക് പെൺമക്കൾ 2, തരു തരു എന്നിവർ. തൃപ്തിയടയാത്ത കാര്യങ്ങൾ 3, മതി എന്ന് പറയാത്തവ 4. പാതാളം, അടഞ്ഞ ഗർഭപാത്രം, വെള്ളം മതിയാകാത്ത ഭൂമി, മതി എന്ന് പറയാത്ത അഗ്നി. അപ്പനെ പരിഹസിക്കുകയും അമ്മയോടുള്ള അനുസരണത്തെ പുച്ഛിക്കുകയും ചെയ്യുന്ന കണ്ണ്, അരുവിക്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. എനിക്ക് അത്യത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ 3, എനിക്ക് മനസ്സിലാകാത്തവ 4. ആകാശത്തിലൂടെയുള്ള കഴുകന്റെ വഴി, പാറമേലുള്ള സർപ്പത്തിന്റെ വഴി, സാഗരമധ്യയുള്ള കപ്പലിന്റെ വഴി, യുവതിയോടുള്ള യുവാവിന്റെ പെരുമാറ്റം. വ്യഭിചാരിണിയുടെ പെരുമാറ്റം ഇതുപോലെയാണ്. അവൾ ഭക്ഷിച്ച് തൻ്റെ വായ് തുടച്ചുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയും. 3 കാര്യങ്ങൾക്കു കീഴ് ഭൂമി വിറകൊള്ളുന്നു. 4 കാര്യങ്ങൾക്ക് കീഴ് അതിന് ഉയരാനാകില്ല. അടിമ രാജാവായാൽ അവനും ഭോഷൻ ഭക്ഷണം കൊണ്ട് തൃപ്തനായാൽ അവനും കീഴ്. വെറുക്കപ്പെട്ടവൾ ഭർതൃമതിയായാൽ അവൾക്കും, പരിചാരിക തൻ്റെ യജമാനതിയെ സ്ഥാനഭൃഷ്ടിയാക്കിയാൽ അവൾക്കും കീഴ്. 4 ഭൂമിയിലെ നിസാരങ്ങളായവയാണ്, എന്നാൽ അവ സൂത്രശാലികളായ ജ്ഞാനികളാണ്. എറുമ്പുകൾ ദുർബലമായ ഒരു കൂട്ടമാണ്, എങ്കിലും അവ വേനൽക്കാലത്ത് തങ്ങളുടെ ആഹാരം കരുതി വയ്ക്കുന്നു. കുഴിമുയലുകൾ കെൽപ്പില്ലാത്ത ഒരു കൂട്ടമാണ്, എങ്കിലും അവ പാറയിൽ തങ്ങളുടെ മാളം നിർമ്മിക്കുന്നു. വെട്ടുകിളി കൂട്ടത്തിന് രാജാവില്ല, എങ്കിലും അത് ഒന്നാകെ അണിയണിയായി പുറപ്പെടുന്നു. പല്ലി 2 കൈകളും കൊണ്ട് പിടിക്കപ്പെടാനേ ഉള്ളൂ, എങ്കിലും രാജകൊട്ടാരങ്ങളിൽ അതുണ്ട്. 3 കൂട്ടർ ചുവടുവെപ്പിൽ വിരുതുള്ളവരാണ്, 4 കൂട്ടർ നടപ്പിൽ വിരുതുള്ളവരും. മൃഗഗണത്തിൽ ആരുടെയും മുമ്പിൽ നിന്ന് പിന്തിരിയാത്ത വീരൻ സിംഹം, ഞെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി, മുട്ടാട്, തന്നോടൊപ്പം സൈന്യങ്ങളുള്ള രാജാവ്. സ്വയം പുകഴ്ത്തിക്കൊണ്ട് നീ ഭോഷനാകുന്നെങ്കിൽ അഥവാ ഗൂഢാലോചനക്കാരനാകുന്നെങ്കിൽ വായ്ക്കൽ കൈ ഉണ്ടായിരിക്കട്ടെ. തീർച്ചയായും പാലുകടച്ചിൽ വെണ്ണ പുറത്തു വരുത്തും, മൂക്കിനിടി രക്തം പുറത്തു വരുത്തും, കോപസംഘർഷം വ്യവഹാരം പുറത്തു വരുത്തും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഞങ്ങളുടെ ജനതയെ വഴിതെറ്റിക്കുകയും സീസറിനെ നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഇവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ പറയുന്നുവല്ലോ. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ ഉറപ്പിച്ചു പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെരോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ, ആ ദിവസങ്ങളിൽ ഹെരോദോസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ഹെരോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് വളരെ കാലമായി അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും അടയാളം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവനെ ദീർഘനേരം ചോദ്യം ചെയ്തു. പക്ഷേ അവൻ അവനോട് ഒന്നും പറഞ്ഞില്ല.
പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അവനെ രൂക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ആ ദിവസം ഹെറോദേസും പീലാത്തോസും സ്നേഹിതന്മാരായി. അതുവരെ അവർ അന്യോന്യം ശത്രുതയിലായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.